ഹേ മച്ചന്മാരെ, അങ്ങനെ നമ്മൾ കുറേ കാലം കാത്തിരുന്ന അങ്ങനെ ഒരു അപ്ഡേറ്റിംഗ് കാര്യങ്ങൾ നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ അപ്ഡേറ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത് ഞാൻ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ കുറച്ച് പ്രോപ്സും കാര്യങ്ങളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാണ്. ഫുള്ളായിട്ട് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ മച്ചന്മാരെ, നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഇന്നോവ കാറും അതുപോലെ തന്നെ മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോത്തിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്നും ഇതെങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മുടെ മെക്ലാറിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും 4000 എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈൽ ചെയ്യേണ്ടതാണ്. മെക്ലാറിനും കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ മെക്ലാറിൻ കാറും കാര്യങ്ങളും 4000 വെച്ച് കോൾ ചെയ്ത് എടുത്തത്. അപ്പം മച്ചന്മാരെ, നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ചിപ്പ് കോഡും കാര്യങ്ങളും നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചിപ്പ് കോഡായിട്ടാണ് നമ്മുടെ മെക്ലാറിനും കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഇനി നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താവുന്നതാണ്. അതെല്ലാം ഞാൻ ചെയ്ത് നോക്കി. ചേഞ്ചും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്, വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത് ചേഞ്ച് ചെയ്തിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടൊന്ന് കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള മെക്ലാറിനാണോ ഇഷ്ടപ്പെട്ടത്, അത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള മെക്ലാറും കാര്യങ്ങളാണോ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ മെക്ലാറും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ രീതിയിൽ നിന്ന് കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ്. ഇൻറ്റീരിയറൊക്കെ പക്ക സെറ്റ് സാധനമൊക്കെയാണ്. ഞാൻ കണ്ടിട്ട് ഞെട്ടി പറഞ്ഞു. ഇനി നിങ്ങളിവിടെ നോക്കേണ്ടതാണ്. സെറ്റായിട്ടാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഒരു മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ഇന്നോവ കാറിൻ്റെ ചിപ്പ് കോഡ് എന്ന് വെച്ചാൽ 1207 നമ്മൾ കോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നോവ കാർ തന്നെ നോർമൽ ലുക്ക് തന്നെ ബെസ്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഇന്നോവ കാറും കാര്യങ്ങളും. അപ്പം ചിപ്പ് കോഡും കാര്യങ്ങളും 1207 എന്ന് അടിക്കുമ്പോൾ നമ്മുടെ ഇന്നോവ കാർ വരുന്നതാണ്. അതുപോലെ 4000 കൂടി നമ്മുടെ മെക്ലാറും കാറും വരുന്നത്. അപ്പോൾ രണ്ട് കാറിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മെക്ലാറിൻ്റെ ഇപ്പം മോഡിഫിക്കേഷൻ കാര്യം ചെയ്ത് ഇനി നമുക്കാണ് ഇന്നോവ കാറിനൊന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇന്നോവ കാറിന് മോഡിഫിക്കേഷൻ ആണോ ഇഷ്ടം, അത് നോർമലാണോ ഇഷ്ടം എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇവിടെ നിന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കളർ കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കളറും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ ഞാൻ ടയേഴ്സ് കാർ മോഡിഫിക്കേഷൻ്റെ ഓപ്ഷനിൽ കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ ടയേഴ്സിൻ്റെ വീൽസും കാര്യങ്ങളൊന്ന് പൊക്കുന്നുണ്ട്, ഒന്ന് കുറച്ച് വലുതാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീൽസിൻ്റെ അവിടെ നമുക്ക് ഓരോന്നോരോന്ന് മാറ്റി മാറ്റി നോക്കിയിട്ട് കളറും കാര്യങ്ങൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മോഡാണോ ഇഷ്ടപ്പെട്ടത്, അത് വേറെ രീതിയിൽ സെറ്റ് ചെയ്യാനാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മളിവിടെ സെയിം വീല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കളറും കാര്യം എടുത്ത് ഇനി വണ്ടി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, മെക്ലാറിനാണോ ഇഷ്ടപ്പെട്ടത് അതോ നമ്മുടെ ഇന്നോവ കാറാണോ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, ചിപ്പ് കോഡ് അടിച്ചിട്ട് ചിപ്പ് കോഡ് വരുന്നില്ല എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. എന്തുവാണ് കിട്ടാത്തത് അതിൻ്റെ പേര് ഉൾപ്പെടുത്തി കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. കുറേ പേര് കിട്ടുന്നില്ല എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തുവാന്ന് പോലും എനിക്കറിയാതെ ഞാൻ എന്ത് പറയാനാണ് ബ്രോ, അതുകൊണ്ട് നോക്കിയിട്ട് പറയേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് കുറച്ച് പ്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നതാണ്. ആദ്യത്തെ പ്രോപ്സും കാര്യങ്ങളും നമ്മൾ SC1 എന്ന് വെച്ച് നമ്മൾ തുടങ്ങേണ്ടതാണ്. SC1 വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോപ്സാണ്. ഇതിൻ്റെ ഒരു 10 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ SC1, SC2, SC3, SC4, SC5, SC6, SC7, SC8, SC9, SC10 അങ്ങനെ 10 പ്രോപ്സും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ഉണ്ട്. അപ്പം ഈ സാധനം വെച്ചിട്ട് ഈ പ്രോപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമൻറ്റും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ഈ ഒരു 10 പ്രോപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഓരോരോ പ്രോപ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന് ഓരോരുത്തരും കളറും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ SC8 കാര്യങ്ങൾ എടുത്തു, SC9 അടുത്ത് ടൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് ആ കളർ വെച്ച് നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മൾ SC10 വരെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ നമുക്കിനി മോഡ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ നോക്കാവുന്നതാണ്. ഞാൻ അതിന് വേണ്ടി മോഡും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ നിന്ന് എടുത്തൊന്ന് ചെയ്യുകയാണ്, സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. കോപ്പി കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഞാനതെല്ലാം മൊത്തം കളഞ്ഞ് ഡിലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് സൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല നോക്കാം. എക്സും വൈയും എല്ലാം ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. അതെല്ലാം വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൂഡും കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത പ്രോപ്സിലേക്ക് ഇപ്പം അങ്ങനെ നമുക്ക് ടോട്ടലി 20 പ്രോപ്സും കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ 10 പ്രോപ്സും കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് പ്രോപ്സും കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പായിട്ട് മോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ, എന്നാലും വർക്കും കാര്യങ്ങൾ ചെയ്തോളൂ. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ HSC1 എന്ന് പറയുന്ന പ്രോപ്സാണ് നമുക്ക് അടുത്ത്. അപ്പം അതിൻ്റെ ചിപ്പ് കോഡ് അടിച്ചിട്ടുണ്ട്. HC
HSC 1 2 3 4 5 6 7 8 9 10 അതും 10 എണ്ണം ഉണ്ട്. പറയാൻ കുറച്ച് പാടാണ്. HSC എന്ന് പറയാൻ കുറച്ച് പാടാണ്, പെട്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു 10 പ്രോപ്സും കൂടി ഉണ്ട്. അങ്ങനെ ടോട്ടലി 20 പ്രോപ്സും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഗെയിമിൻ്റെ അകത്തോട്ട് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ 10 പ്രോപ്സിൻ്റെ 10 കളേഴ്സായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 10 കളേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഈ പ്രോപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഹൈഡ്രോളിക് മെഷീനും കാര്യങ്ങളും എന്ത് ചെയ്യുക, അതല്ലേ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എന്താ മാറ്റം വന്നതെന്ന് പറയുമ്പം ഹൈഡ്രോളിക് മെഷീന് കുറച്ചുകൂടെ വർക്കും കാര്യങ്ങളുണ്ട്, കുറച്ചുകൂടെ ഒന്ന് സെറ്റപ്പും കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രോളിക് മെഷീനും കാര്യങ്ങളും ഈ അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാതിരുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങളുടെ കമൻസിനനുസരിച്ച് കൊണ്ടുവരത്തുള്ളൂ. ഈ കമൻസിൻ്റെ അകത്ത് ഞാൻ ആരെയും ഹൈഡ്രോളിക് മെഷീൻ വേണമെന്നൊന്നും കണ്ടില്ലായിരുന്നു. അപ്പം എന്തായാലും ഹൈഡ്രോളിക് മെഷീനും കാര്യങ്ങളൊക്കെ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക്, ഇനി എന്തായാലും ഈ അപ്ഡേറ്റിലേക്ക് കാണത്തില്ല, ഇനി വരുന്ന അപ്ഡേറ്റിലേക്ക് കിട്ടണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ 20 പ്രോപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ മെയിൻ പാർട്ടും കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ RGS മെനു ആണ്. RGS മെനുവിൻ്റെ അത് നമ്മൾ പോർഷെ കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. പോർഷെയാണ് എല്ലാവർക്കും പോയിരുന്നത്. അപ്പോൾ ഈ പോർഷെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരുന്നതാണ്. പോർഷയുടെ ലിങ്കും GT5ൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഞാനിവിടെ GT5ൻ്റെ ലിങ്കും പോർഷയുടെ ലിങ്കും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ആദ്യം GT5ൻ്റെ ലിങ്കാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് 143 സംതിങ് അങ്ങോട്ട് ഡൗൺലോഡിങ്ങിന് വരുന്നുണ്ട്. അപ്പം അതിന് ശേഷം നമുക്ക് കംപ്രസീവായിട്ട് കിട്ടും. ഇപ്പോൾ 153 MB വരുന്നുണ്ട് GT5 കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മളിനി പോർഷെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. പോർഷയുടെ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോർഷെ എടുത്തിട്ടുണ്ട്. പോർഷയും അവിടുന്ന് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പോർഷയും കൂടെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് രണ്ടും പ്രോസസ്സ് ചെയ്ത് നോക്കാം, രണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. കുറേ പേര് ഇനി ഇത് ചെയ്ത് നോക്കിയിട്ട് ഒറ്റയടിക്ക് ചെയ്തെടുക്കാൻ കിട്ടുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് സ്റ്റെപ്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. അപ്പം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഇവിടെ ഇപ്പം കാണിക്കുമ്പോൾ നമുക്ക് RGS മെനു കാര്യങ്ങൾ കാണുന്നുണ്ട്, ലോഡ് കാണുന്നുണ്ട്, താഴെ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. മാക്സിമം നിങ്ങൾ ഗെയിമിൻ്റെ അകത്ത് നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. വീടിനകത്ത് നിന്നുകൊണ്ട് ചെയ്യരുത്, വീടിൻ്റെ പുറത്ത് നിന്നുകൊണ്ട്, നമ്മുടെ റിയൽ ലൈഫിലല്ല, ഗെയിമിൻ്റെ അകത്തെ വീട്ടിൽ നിന്നുകൊണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്യുള്ളൂ. മാക്സിമം റോഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് വർക്കാവും. അതാണ് ആദ്യത്തെ പോയിന്റുകൾ. ഇനി രണ്ടാമെന്ന് പറയുമ്പോൾ നമ്മൾ ലോഡും കാര്യങ്ങൾ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പോർഷെ എടുക്കുകയാണ്. പോർഷെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോർഷെ നമ്മൾ സെലക്ട് ചെയ്തു. പോർഷെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെലക്ട് കൊടുത്തിട്ടുണ്ട്. പോർഷെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ എഴുതി കാണിക്കുന്നില്ല, പോർഷയുടെ കാര്യങ്ങൾ എഴുതി കാണിക്കുന്നില്ല. അത് നമ്മളൊന്ന് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം. ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ എടുക്കുക, RGS മെനു ഓൺ ആക്കുക. അപ്പം നമ്മളിവിടെ പോർഷെ .glb എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടു. ഇനി നിങ്ങൾ വീണ്ടും പോയി ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പോർഷെ എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്താൽ പോർഷെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ GTA5 ചെയ്യാനുള്ളത്. പക്ഷേ GTA5 കുറച്ച് ടാസ്കും കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമ്മൾ GTA5 ലോഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി ലോഡ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തു. നമ്മുടെ നേരെ ഫയലിൽ പോയി GTA5 മാക്സിമം ഏതെങ്കിലും ഒരു ഫോൾഡറിനകത്തോട്ട് ഇടാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. എന്നാലേ കുറച്ചുകൂടെ ബെറ്ററായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളത് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ GTA5 കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. GTA5 ക്ലിക്ക് ചെയ്ത് സെലക്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ GTA5 കാര്യങ്ങൾ ആഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല GTA5 എന്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊന്ന് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം, ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണം. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ GTA5 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാക്സിമം വീട്ടിൻ്റെ പുറത്തിറങ്ങണം. ഈ GTA5ൻ്റെ ക്ലിക്കൊന്നും അപ്പോഴേ കാണുമ്പോൾ ക്ലിക്ക് ചെയ്യരുത്, പുറത്തിറങ്ങിയതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. എന്നാലും വർക്കും കാര്യങ്ങൾ ചെയ്തോളൂ. അപ്പം ഞാൻ പുറത്തിറങ്ങി, ഞാൻ ഇവിടെ ക്ലിക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്ലിക്കും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ആൾക്കാർ കാണുമ്പോൾ പാനിക്കാവും, അപ്പോൾ വർക്കാവുന്നില്ലെന്ന്. അപ്പോൾ കുറച്ച് സെക്കൻഡ്സും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഒരു 5-10 സെക്കൻഡ് ഒന്ന് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിട്ടിരുന്നാൽ മതി. വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോൺ സ്റ്റക്ക് ആവുന്ന രീതി കാണാൻ പറ്റും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഫോൺ സ്റ്റക്ക് ആവുന്നതല്ല, നമ്മുടെ ഗെയിം ചേഞ്ച് ചെയ്താൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗെയിമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി നമ്മുടെ GTA5 മോഡിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ലോഡ് ക്ലിക്ക് ചെയ്ത് GTA5 ആഡ് ചെയ്തു. എന്നിട്ട് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് GTA5ൻ്റെ അവിടെ RGS മെനുവിൻ്റെ അകത്ത് എഴുതി കാണിക്കും. അപ്പം ആ RGS മെനു എഴുതി കാണിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തിറങ്ങേണ്ടതാണ്. വീടിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം മാക്സിമം റോഡിൽ പോയി നിൽക്കുക. എന്നിട്ട് GTA5 ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തൊരു 15 സെക്കൻഡ്, മാക്സിമം പോയ 15 സെക്കൻഡ് നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കേണ്ട, ഒന്നും ചെയ്യാതെ, ഒരു ആക്ടിവിറ്റീസും ചെയ്ത് ആ GTA5ൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ GTA5ൻ്റെ അകത്തോട്ട് കയറും. ഇപ്പം എൻ്റെ ഇവിടെ ചുറ്റളവിന് കണ്ടത് ഞാനൊരു മോഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തപ്പോൾ അങ്ങനെ കണ്ടതാണ്. ഞാൻ ഇനി ഡ്രോൺ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഡ്രോൺ എന്ന് ഇവിടെ സെലക്ട് ചെയ്തു. ഞാൻ ഇനി ഡ്രോൺ വെച്ച് പറന്ന് ഞാൻ GTA5 മൊത്തം കാണിച്ചു തരാം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച്
ഇപ്പം വർക്ക് ചെയ്ത് എവിടെയാണ് അവസാനിച്ച് അവിടം വരെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുള്ള് നമ്മുടെ GTA 5 മോഡ് മൊത്തം കൊണ്ടുവന്നിട്ടില്ല, പകുതി വരെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് എവിടം വരെ ഉണ്ടെന്ന് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കുറച്ച് മണ്ടക്കോട്ട് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു നിങ്ങളുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കയറി എടുക്കാവുന്നതാണ്, എല്ലാവർക്കും കയറി നോക്കാവുന്നതാണ്. മാക്സിമം എല്ലാവരും കയറി എൻജോയ് ചെയ്യും. ഈ കണ്ടെയ്നർ ഒന്നും കാണത്തില്ല നിങ്ങളുടെ അതിനകത്ത്. എൻ്റെ അതിനകത്ത് ചാലഞ്ച് മോഡിനകത്ത് കയറി ഞാനൊന്ന് മോഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നിങ്ങളിത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തൊരു GTA 5 മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കയറി നോക്കുന്നതാണ്. നമ്മുടെ കാർ ഡീലർഷിപ്പ് തൊട്ടപ്പുറത്ത് നമ്മുടെ TVയുടെ ഗൺ ഡീലർഷിപ്പ്, പണ്ടത്തെ കണ്ടീഷനിൽ ഇപ്പോൾ TV ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. TV ഫാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും നമ്മുടെ കറക്റ്റ് GTA 5 എങ്ങനെയാണ് ഇരിക്കുന്നത് പക്ക ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എത്ര പേർക്ക് ഒരു GTAയുടെ മോഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് കാര്യമായിട്ട് ചെയ്യാനുണ്ട്. കിട്ടുന്നവരുണ്ടെങ്കിൽ കിട്ടിയെന്ന് പറയുന്ന കമൻറ്റ് ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ളവർക്ക് കിട്ടാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉടായ്പല്ല, ഒറിജിനലാണ്, കിട്ടുന്നുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് കാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. കിട്ടാത്തവർ എന്താണ് റീസൺ എന്നും കൂടെ പറഞ്ഞ് എന്താണ് കിട്ടാത്തതിൻ്റെ പേരും കൂടെ കമൻറ്റ് ചെയ്ത് എനിക്ക് GTA 5 കിട്ടുന്നില്ല, ഞാൻ ആഡ് ചെയ്തിട്ട് വരുന്നില്ല എന്നിങ്ങനെ ഒന്ന് കമൻറ്റ് കാര്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പർ റിപ്ലൈ കാര്യം തരും. അല്ലാതെ എനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പം ഞാൻ എന്ത് മനസ്സിലാക്കണം, എന്താണ് കിട്ടാത്തതെന്ന് എനിക്കറിയത്തില്ല. ഒരാളിപ്പം നേരത്തെ ഒരു കമൻറ്റ് വന്നിട്ട് എന്താണ് കാർ കിട്ടിയില്ല, ഏത് കാറാണ്, ഞാൻ 2 കാർ ആഡ് ചെയ്തായിരുന്നു, അപ്പോൾ ആ 2 കാറിൽ ഏത് കാറാണ് കിട്ടാത്തതെന്ന് ഞാൻ ചോദിച്ചു. ആൾ പിന്നെ റിപ്ലൈയും തരുന്നില്ല. അപ്പം എനിക്ക് പറയാനും പറ്റുന്നില്ല, നിങ്ങളുടെ ചാനൽ ബാഡാണ്, ഒന്നും ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ പറയുന്ന കമൻറ്റ്സ് അത് എന്താണ് കിട്ടാത്തത് അതിൻ്റെ പേര് ഉൾപ്പെടുത്തി പറഞ്ഞാലേ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. അപ്പം നമ്മുടെ GTA 5ൻ്റെ മോഡും കാര്യങ്ങളൊക്കെ പകുതി വരെ നമ്മുടെ മെയിൻ ഗ്യാരേജിൻ്റെ പേര് നമുക്ക് പണിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് പണിഞ്ഞത് എത്രയോ അത്രയും മതി എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അത്രയും വെച്ച് ആഡ് ചെയ്ത് തന്നെ. ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിനി വരുന്ന അപ്ഡേറ്റ്സിലേക്ക് നമുക്കതൊക്കെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടും കാര്യങ്ങളും ഇപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ ഇത്രയും GTA 5 ഒക്കെ കൊണ്ടുവന്ന് GTA 5 എക്സ്പ്ലോർ ചെയ്ത് അപ്പോൾ നമുക്കിനി തിരിച്ച് നമ്മുടെ ബാക്കിലോട്ട് പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dയിലോട്ട് തിരിച്ച് പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ആ ഡൗട്ട്സും കാര്യങ്ങളും ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മൊത്തത്തിൽ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ബോധിച്ചെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കിട്ടുന്നവരെന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാനായിട്ട് ചെയ്തിട്ടാണ്, കിട്ടാത്തവർ എന്താണ് റീസൺ കൂടെ പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പത്തിൻ്റെ റിപ്ലൈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ നേരെ നമ്മുടെ ബാക്ക് വെച്ചാൽ നമ്മൾ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഗെയിം ഫോണിൽ നിന്ന് കളഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ അൺഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ റീഫ്രഷ് ചെയ്തിട്ട് തിരിച്ച് കയറുമ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dയിലോട്ട് വരും. എന്നിട്ട് അവിടെ നമ്മൾ RGS മെനു എടുക്കുക, നേരെ നമ്മൾ GTA മോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, GTA മോഡിൻ്റെ അകത്തോട്ട് കയറുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയുമാണ് നമുക്ക് ചെയ്യാനുള്ള GTA 5 മോഡിനകത്തോട്ട് കയറാൻ. അപ്പം എന്തായാലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കുക. എന്താണ് കിട്ടാത്തതെന്ന് വെച്ചാൽ അതോട് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുക. കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതിനെങ്ങനെയാണ് ശരിയാക്കേണ്ടത്, എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് നമ്മൾ